ഹക്കീക്കത്തുൽ ഇസ്മത്തി, ഇസ്മത്തിൻ്റെ ഹക്കീക്കത്ത് എന്താണ്? ഇസ്മത്ത് എന്നതിൻ്റെ യാഥാർത്ഥ്യം അല്ലാ യഖ്ലുഖ അല്ലാഹു തആല ഫിൽ അബ്ദി, അല്ലാഹു തആല അടിമയിൽ സൃഷ്ടിക്കാതിരിക്കലാണ് അദ്ദംബ, ദംബിനെ, മാ ബഖാഇ ഖുദ്റതിഹി വഖ്തിയാരിഹി, തെറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ചോയ്സും ആ കഴിവും അദ്ദേഹത്തിൽ റിമെയിൻ ചെയ്യലോടുകൂടെ അവശേഷിക്കലോടുകൂടെ തന്നെ അല്ലാഹു തആല അബ്ദിൽ ദംബ് ഖൽഖ് ചെയ്യാതിരിക്കുക. വഹാദാ മഅന ഖൗലിഹിം ഹുവ ലുത്ഫും മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നുള്ള ഒരു മയം ചെയ്യലാണ്. യഹ്മിലു അലാ ഫിഅലിൽ ഖൈരി, ഖൈറ് ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന. യസ്ജുറുഹു അനി ശർരി, ഷർറിനെ തൊട്ട് അവൻ ആട്ടിയകറ്റുന്ന. മാ ബഖാഇൽ ഇഖ്തിയാർ, ചോയ്സ് അവിടെ അവശേഷിക്കലോടുകൂടെ. തഹ്ഖീഖൻ ലിൽ ഇബ്തിദാഇ, തഹ്ഖീഖൻ ലിൽ ഇബ്തിദാഇ, തഹ്ഖീഖൻ ലിൽ ഇബ്തിലാ. ഇബ്തിലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എല്ലാവർക്കും പരീക്ഷണമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ബൽവ. അപ്പോൾ ആ ബൽവ എന്നുള്ളത് അവരിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അതല്ലാതെ മലക്കുകളെപ്പോലെ വികാരമില്ലാതെ വിചാരമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടൊരു വിഭാഗമാകുമ്പോൾ അവർക്കതിൽ എന്തില്ല, ടാസ്കും സമരവുമില്ല. അപ്പം ഇതൊക്കെ ഉണ്ടാവലോട് കൂടെ തന്നെ അവർ ഇതിലേക്കുള്ള ഇറങ്ങാതിരിക്കുക, ചോയ്സ് ഉണ്ടാവലോട് കൂടെ തന്നെ. ഇവിടെ ജീവിച്ച എത്രയോ പ്രവാചകന്മാർക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ അവരുടെ സറൗണ്ടിങ്സിലുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ദേ നെവർ അണ്ടർടേക്കൻ ഇറ്റ്, ഒരിക്കലും അവരെന്ത് ചെയ്തില്ല, ചെയ്തിട്ടില്ല. അവിടെയാണ് പവർ. വലിഹദ ഖാല ഷെയ്ഖ് ഇബ്നു മൻസൂർ റഹിമഹുല്ലാ അൽ ഇസ്മത്തു ലാ തുസീലുൽ മിഹ്നത, അത് മിഹ്നത്തിനല്ലാതാക്കൂല, അത് ആ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിനെയൊന്നും ഇല്ലാതാക്കില്ല. കാരണം ഇതുണ്ടാവലോടുകൂടെ തന്നെ ഇവർ റിസ്ക് എടുത്തിട്ട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ മാസൂമകളാകുന്നത്. ഹറാമ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ അവരുടെ പരിസരത്തുണ്ടാകുമ്പോൾ അത് ചെയ്യാതെ റിസ്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, ഇവർ പൊസിഷനിലെത്തുന്നത്. അതാണ് അമ്പിയാക്കൾക്കുള്ള പവർ. വബിഹദ യദ്ഹറു ഫസാദു ഖൗലി മൻ ഖാല, പറഞ്ഞവൻ്റെ വാക്കിൻ്റെ ഫസാദ് വെളിവാകും. ഇന്നഹ ഖാസിയത്തുൻ ഫി നഫ്സി ഷഖ്സി, ഒരു ഷഖ്സിൻ്റെ നഫ്സിലുള്ള ഒരു പ്രത്യേകതയാണ്. ഒഫി ബദിനി, അല്ല അവൻ്റെ ബദനിൽ. യംതനു ബി സബബിഹ, അത് കാരണമായിട്ട് അവന് വിലങ്ങലാകും. സുദൂർ ദംബി അൻഹു, ദംബ് അവനെ തൊട്ട് ഉണ്ടാകൽ. കൈഫ, എങ്ങനെ? വലൗ കാന ദംബ് മുംതനിഅൻ, ദംബ് മുംതനിയാണെങ്കിൽ ലമാ സ്വഹ തക്ലീഫു ബി തർക്കി ദംബി, പിന്നെ അവരോട് തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതിൽ അർത്ഥമല്ലല്ലോ. നബിതങ്ങളോട് അല്ലാഹു തആല തുശ്രിക് ബില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കൽപ്പനകൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങൾ അല്ലാഹു തആല സ്നേഹരൂപേണ പലയിടത്തും അല്ലാഹു തആല നബിതങ്ങൾക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള ഒരു മാദ്ദ നബിതങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ലല്ലോ. നമ്മളെ നാട്ടിലെ പശുക്കളോടും പോത്തു ജീവികളോടൊന്നും നമ്മൾ പോയിട്ട് കള്ളുടിക്കലേ വിചാരിക്കലേ എന്ന് പറയില്ല. കാരണം അതവരെ സംബന്ധിച്ച് എന്തല്ല ഒരു സപ്പോസ്ഡായ കാര്യങ്ങളല്ല. വലമാക്കാന മുസാബൻ അലൈഹി, പിന്നെ തെറ്റ് ചെയ്യാത്തതിൻ്റെ മേലെ അവർക്ക് കൂലി നൽകുക എന്നുള്ളതും പോസിബിൾ ആവില്ല. അപ്പോൾ ചില ആളുകൾ പറഞ്ഞ വാദം അവിടെ എന്താണ്, വിദണ്ഡവാദമാണ്. അപ്പോൾ ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹഖീഖത്തുൽ ഇസ്മത്ത്, ഷറൂൽ അഖാഇദിൽ ഈ പറഞ്ഞ ഈ ഇസ്മത്തിൻ്റെ ഹഖീഖത്ത് മനസ്സിലാക്കുമ്പോഴാണ് പ്രവാചകന്മാരുടെ പവർ നമ്മൾ മനസ്സിലാക്കുക. നന്നാവാൻ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത്, നന്നാവാൻ കഴിയാതെ വരുമ്പോൾ നന്നായ ആളുകളുടെ പവർ നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വങ്ങളൊക്കെ വലിയ മേഖലയിലെത്തി, അവരെല്ലാം ഇവിടെ വളർന്നു പന്തലിച്ചു പ്രശോഭിത താരങ്ങളായി നിൽക്കുന്നു. നമ്മൾ വളർന്നതുപോലെയുള്ള ദർസിലും കോളേജുകളിലും എല്ലാം അവർ ജീവിച്ചു. അവർ നേതൃത്വ സ്ഥാനത്തിലേക്ക് എത്തിയപ്പോൾ ദോഷികളായിരുന്നുവെങ്കിൽ, സമയം കൊല്ലികളായിരുന്നുവെങ്കിൽ, അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടിരുന്നവരായിരുന്നുവെങ്കിൽ, വിനോദങ്ങളുടെ പുറകെ പോയവരായിരുന്നുവെങ്കിൽ സമസ്ത തന്നെ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ സമസ്തയും ഉണ്ടായി, നേതൃത്വമുണ്ടായി. അവരൊക്കെ വലിയ പ്രശോഭിത താരങ്ങളായി മാറിയ സമയത്ത് തെറ്റുകളുടെ വഴികൾ, വിനോദത്തിൻ്റെ വഴികൾ, സമയം കൊല്ലലിൻ്റെ വഴികൾ, അനാവശ്യത്തിൻ്റെ വഴികളെല്ലാം അവർ അടച്ചു വെച്ചു. എന്നാൽ അതവർക്ക് തുറക്കാൻ കഴിയുമായിരുന്നു, അവർക്കതിലൂടെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു.
അവിടെ സറൗണ്ടിങ്സ് അവർക്ക് അന്നത് അനുകൂലമാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്യാതെത്തിയപ്പോൾ ഇവർ തന്നെ, നമ്മുടെ നേതൃത്വങ്ങൾ തന്നെ എത്രത്തോളം തെറ്റു ചെയ്യാതിരുന്നിട്ടാണ് ഇവർ ഈ മേഖലയിലെത്തിയെന്ന് പറയുമ്പോൾ ഈ ദീനിനെ തന്നെ സ്ഥാപിക്കാൻ വന്ന ബഹുമാനപ്പെട്ട മഅ്സൂമീങ്ങളായ അമ്പിയാക്കൾ എത്രത്തോളം അവർ ചെയ്തിട്ടുണ്ടാകും, എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്രത്തോളം അവർ ത്യാഗമെടുത്തിട്ടുണ്ടാകും ഇന്ന് ആ പൊസിഷനിലേക്ക് അവരെത്താൻ. അപ്പോൾ ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഹിയ ലുത്ഫുൻ മിനല്ലാഹി തആല യഹ്മിലുഹു അലാ ഫീലിൽ ഖൈരി വയസ്ജുറുഹു അനിശ്ശരി മഅ ബഖാഇൽ ഇഖ്തിയാരി തഹ്ഖീഖൻ ലിൽ ഇബ്തിലാ. ഇതിൽ ബഹുമാനപ്പെട്ട ഷേഖ് അബൂ മൻസൂർ റഹിമഹുല്ല പറഞ്ഞതുപോലെ അൽ ഇസ്മത്തു ലാ തുസീലുൽ മിഹ്നത, ഇസ്മത്ത് മിഹ്നത്തിനെ എന്താക്കുകയില്ല, നീക്കിക്കളയുകയില്ല. അപ്പോൾ ഇസ്മത്തുണ്ടാവലോടുകൂടെയും അവർക്ക് റിസ്ക്കും ഹാർഡ് വർക്കും അവരിൽ എന്ത് ചെയ്യും, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും.